എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നായ, ലോകത്തെ നിയന്ത്രിക്കാൻ തന്നെ പോകുന്ന ഇന്ധന സമ്പത്തുള്ള റഷ്യയിൽ ഇപ്പോൾ എണ്ണയ്ക്ക് വലിയ ക്ഷാമമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ എണ്ണ കിട്ടാനില്ല എന്നാണ് ഇന്റർനാഷണൽ മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഉക്രൈനുമായിട്ടുള്ള റഷ്യയുടെ യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി റഷ്യൻ മണ്ണിൽ കടുത്ത ഇന്ധനക്ഷാമം അനുഭവപ്പെടുന്നു എന്ന് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരിക്കുകയാണ്. യുദ്ധം ഉക്രൈനിൽ നിന്നും റഷ്യയിലേക്ക് പടരുന്നതിന്റെ കൃത്യമായ തെളിവാണിത്. എങ്ങനെയാണ് യുക്രൈൻ ഈ അസാധ്യമായ കാര്യം സാധ്യമാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യുക്രൈൻ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ്. റഷ്യൻ സൈന്യത്തോട് നേരിട്ട് അതിർത്തിയിൽ ഏറ്റുമുട്ടതിനേക്കാൾ അവരിപ്പോൾ റഷ്യയുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ഉക്രൈൻ സ്വന്തമായി നിർമ്മിച്ച അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ അതിർത്തിയിൽ നിന്നും 800-1000 കിലോമീറ്റർ അകലെയുള്ള റഷ്യയുടെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലകളെ ലക്ഷ്യമിട്ടാണ് ഈ ഡ്രോണുകൾ ആക്രമണം നടത്തുന്നത്. 300-500 ഡ്രോണുകൾ ഒരേ സമയം റഷ്യയിലേക്ക് അയച്ച് അവയിലെല്ലാം ബോംബ് കെട്ടിവെച്ച് പരക്കെ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഉക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തടയാൻ റഷ്യക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി റഷ്യയിലെ പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലയായ സ്ലാവിൻസ്ക, യൂറോസ്ലാവിയ എന്നിവിടങ്ങളിലെ റിഫൈനറികൾ ഉക്രൈൻ ഡ്രോണുകൾ വിജയകരമായിട്ട് തകർത്തിരിക്കുകയാണ്. നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം നടത്തുന്ന ഈ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ റഷ്യൻ സൈന്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ കിടഞ്ഞു ശ്രമിച്ചിട്ടും അതിനെ തടയാൻ കഴിയുന്നില്ല. ഇനി ഇതിനെല്ലാം പിടിക്കണമെന്നുണ്ടെങ്കിൽ ആകാശത്തോട്ട് വല്ല വലയും വീശേണ്ടി വരും. നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് വലയെറിയുന്ന പോലെ ആകാശത്തോട്ട് വലയെറിയേണ്ടി വരും. അത് റഷ്യയിലോ അല്ലെങ്കിൽ ലോകത്തെങ്ങും കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഈ ഡ്രോണുകളുടെ ഉപദ്രവം സഹിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. റഷ്യയുടെ യുദ്ധഫണ്ടിന്റെ പ്രധാന സ്രോതസ്സായ എണ്ണ വരുമാനം ഇല്ലാതാക്കുക, അതുവഴി സൈന്യത്തിന്റെ നീക്കങ്ങളെ മന്ദഗതിയിലാക്കുക എന്നതാണ് ഉക്രൈന്റെ പ്രസിഡന്റായ സെലൻസ്കിയുടെ പ്രധാന ലക്ഷ്യം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. തുടക്കത്തിൽ ഉക്രൈന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണങ്ങളെല്ലാം റഷ്യൻ മാധ്യമങ്ങൾ മറച്ചു വെക്കുകയോ അതല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. എന്നാൽ യാഥാർത്ഥ്യം സ്വന്തം ജനങ്ങളിൽ നിന്നും ഇനി ഒളിച്ചു വെക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായതോടെയാണ് പുടിൻ തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ പറഞ്ഞത്. പുടിൻ അവരുടെ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ രാജ്യത്ത് ചില ഭാഗങ്ങളിൽ ഇന്ധന കമ്മി അഥവാ ഫ്യൂവൽ ഡെഫിസിറ്റ് അനുഭവപ്പെടുന്നുണ്ടെന്ന് ആദ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും പുടിൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇത് താൽക്കാലികമായി ഉണ്ടായ ഒരു പ്രതിസന്ധിയാണെന്നും ഇതിനെ പരിഹരിക്കാൻ ബെലാറസ് പോലുള്ള സൗഹൃദ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യും എന്നും പുടിൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരുടെ കണക്കുകൾ പരിശോധിച്ചാൽ സ്ഥിതി പുടിൻ പറയുന്നതിനേക്കാൾ വളരെ ഗുരുതരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഉക്രൈൻ നടത്തിയ തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾ കാരണം റഷ്യയുടെ ആകെ എണ്ണ ശുദ്ധീകരണ ശേഷിയുടെ 4/1, അതായത് 25% നിലച്ചിരിക്കുകയാണ്. ഇത് റഷ്യയുടെ ആഭ്യന്തര വിപണിയിൽ വലിയ തോതിൽ ഇന്ധനക്ഷാമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എണ്ണപ്പാടങ്ങളുള്ള ഒരു സൂപ്പർ പവറിനാണ് ഈ ഗതികേട് വന്നിരിക്കുന്നത് എന്നത് ലോകത്തെ മുഴുവൻ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ ഇന്ധനക്ഷാമം റഷ്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. എണ്ണയുടെ വരവ് നിലയ്ക്കുകയോ അല്ലെങ്കിൽ എണ്ണയ്ക്ക് വില വർധനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിലും അതിൻ്റെതായ വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാവും. സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കും, വാഹനങ്ങളൊന്നും മുന്നോട്ട് പോകാതാവും, എല്ലായിടത്തും വലിയ വില കൂടുതലാണ് ഉണ്ടാകുന്നത്. ഇത് സാധാരണക്കാരെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. ഇതിപ്പോൾ റഷ്യയിലും സംഭവിച്ചിരിക്കുകയാണ്. റഷ്യയിലും എല്ലാ സാധനത്തിനും മുടിഞ്ഞ വിലയാണുള്ളത്. ഇന്ധനം അവിടെ ഇല്ല, കാരണം അവിടെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. റിഫൈനറികളെല്ലാം ഉക്രൈനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി റിഫൈനറികളെ കൂടി ഇപ്പോൾ ഉക്രൈൻ ഉന്നമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രോണുകൾ ഇങ്ങനെ കണ്ടമാനം വരുന്നത് കാരണം ഇതിനെ തടയാനൊന്നും ആർക്കും കഴിയില്ല. തുമ്പി പോലെയാണ് വരുന്നത്. ഇത് വന്ന് റിഫൈനറികൾ മുഴുവൻ ബോംബിട്ടിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ നശിക്കുകയാണ്. മോസ്കോ ഉൾപ്പെടെയുള്ള റഷ്യയിലെ 51-ലധികം പ്രവിശ്യകളിൽ നിലവിൽ പെട്രോൾ വിതരണത്തിന് കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ പുടിൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സൈബീരിയയിലെ ഇർകുട്സ്ക് പോലുള്ള ചില പ്രദേശങ്ങളിൽ ഒരു വാഹനത്തിന് പരമാവധി 50 ലിറ്റർ പെട്രോൾ മാത്രമേ നൽകുന്നുള്ളൂ എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ചുരുക്കി പറഞ്ഞാൽ റഷ്യയിൽ ഇപ്പോൾ പെട്രോൾ റേഷനിങ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് പെട്രോൾ കിട്ടാതെ വാഹനങ്ങളൊന്നും നിരത്തിലിറക്കാൻ കഴിയുന്നില്ല. മിക്കവാറും നിരത്തുകളിൽ ഏതാണ്ട് ശൂന്യമായ അവസ്ഥയിലാണുള്ളത്. അത്യാവശ്യമുള്ളവർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്നല്ലാതെ ചുമ്മാ വണ്ടിയെടുത്ത് കറങ്ങാനൊന്നും വഴിയില്ല. എല്ലാ പോലീസ് പോക്കും എവിടെ പോയതാണെന്നൊക്കെ കൃത്യമായിട്ട് തെളിയിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ പോലെ ചോദിക്കാനും പറയാനൊന്നും ഇല്ലാത്ത രാജ്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ എന്തിനാവശ്യത്തിന് പോയി എന്നൊക്കെ പട്ടാളത്തെ അല്ലെങ്കിൽ പോലീസിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വെറുതെ പെട്രോൾ ചെലവാക്കാൻ അവർ സമ്മതിക്കില്ല. റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ പ്രദേശമായ ക്രിമിയയിലെ അവസ്ഥ ഇതിലും വലിയ ദയനീയമാണ് കേട്ടോ. കാര്യം റഷ്യയുടെ അണ്ടറിലാണ് ഈ പ്രദേശം ഇപ്പോഴുള്ളത്. അവിടെ ഇന്ധന വിതരണ ശൃംഖല പൂർണ്ണമായും തകർന്നടിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് പ്രാദേശിക ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ പുറത്തിറങ്ങാൻ മാർഗമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി എടുക്കാനൊന്നും മാർഗമില്ല എന്ന് പറഞ്ഞത്. ആഭ്യന്തര എണ്ണക്ഷാമം പരിഹരിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇന്ധന കയറ്റുമതി റഷ്യ ഇപ്പോൾ താൽക്കാലികമായി നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ ആഗോള വിപണിയിൽ എണ്ണവില വലിയ തോതിൽ വർദ്ധിക്കാൻ കാരണമാകും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയിൽ പോലും ഉപയോഗിക്കാൻ എണ്ണ കിട്ടാതെ പുറത്തേക്ക് വിൽക്കണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതിലൂടെ റഷ്യയുടെ സാമ്പത്തിക വരുമാനവും കൂടി കുറയുകയാണ്. യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ശരിക്കും റഷ്യയെ ഞെരുക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിനുള്ളിൽ ഇത്രയധികം വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും ഉക്രൈൻ അതിർത്തിയിലെ യുദ്ധമുന്നണിയിലെ റഷ്യൻ സൈന്യത്തിൻ്റെ നീക്കങ്ങളെ ഇത് കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് പട്ടാളം പറയുന്നത്. ഉക്രൈൻ്റെ കിഴക്കൻ മേഖലയിൽ റഷ്യൻ സൈന്യം ഇപ്പോഴും മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ സൈന്യത്തിന് ആവശ്യമായ ഇന്ധനം സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പുടിൻ അവകാശപ്പെടുന്നത്. ഉക്രൈനെ സഹായിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ നടത്തുന്ന റഷ്യയുടെ സാമ്പത്തിക നട്ടലൊടിക്കാനുള്ള ഈ നീക്കം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് റഷ്യക്കുള്ളിൽ ജനങ്ങളുടെ പരിഭ്രാന്തി പരത്തി റഷ്യയെ ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. മുൻപ് യുദ്ധം ഉക്രൈൻ മണ്ണിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അത് റഷ്യൻ നഗരങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ കൂടി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ച. ഇതിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആധുനിക യുദ്ധത്തിൽ ലോകത്തിലെ വൻ ശക്തി എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൻഡമാൻ ദ്വീപിൽ പോയി അമേരിക്കയോ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഒക്കെ യുദ്ധം ചെയ്താൽ പോലും വിജയിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. കുറേ ആൾക്കാരെയൊക്കെ കൊല്ലാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് യുദ്ധം വിജയിച്ച് പോകാമെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ആൻഡമാൻ ദ്വീപിലുള്ളവർ അവർക്ക് ആയുധമൊന്നും ഇല്ലാത്തത് കൊണ്ട് പക്ഷികളുടെ കാലിൽ കല്ല് കെട്ടിവെച്ചിട്ട് ആയിരിക്കും ചിലപ്പോൾ ഈ സൈന്യത്തെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് ആധുനിക യുദ്ധത്തിൽ പല തന്ത്രങ്ങളും മനുഷ്യൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വൻ ശക്തികൾ അടിപതറുകയാണ്. ഈ വൻ ശക്തികളുടെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വലിയ ആയുധം കൊണ്ട് ഞങ്ങളെ ആരും തൊടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗരിച്ച് നടക്കാതെ ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങളും ചെറു രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദത്തോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് എന്ന് പറയേണ്ടതുണ്ട്. വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.